എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂരിലെ വളരെ പ്രശസ്തമായൊരു സ്പോട്ടാണ്. നമ്മളിപ്പോൾ പോകുന്നത് വയലപ്ര പാർക്കിലേക്കാണ്. കണ്ണൂർ ജില്ലയിൽ ചെറുതാഴം പഞ്ചായത്തിലെ ചെമ്പല്ലിക്കുണ്ട് പാലത്തിനടുത്തായിട്ടാണ് ഈ വയലപ്ര പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പാലത്തിനടുത്തുള്ള ചെറിയ റോഡിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ വളരെ മനോഹരമായ കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. അതായത് ഒരു സൈഡിൽ ചെമ്പല്ലിക്കുണ്ട് പുഴ ഒഴുകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ ആയിട്ടാണ് റോഡ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പാർക്കിലേക്ക് വിടാം. പാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ വളരെ തിരക്കേറിയൊരു സ്ഥലമാണ് ഇപ്പോൾ വയലപ്ര പാർക്ക് എന്ന് പറയുന്നത്. കാരണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗെയിം സോണുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടക്കാം. ഇവിടെ മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. ഈ വയലപ്ര പാർക്ക് എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പാർക്കാണ്. കാരണം വെള്ളത്തിൽ മരത്തടികളൊക്കെ കൊണ്ട് നിർമ്മിച്ച ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലെയുള്ള ഒരു നടപ്പാതയാണ് ഈ പാർക്കിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് നീണ്ടു കിടക്കുന്ന ഈ ഒരു പാലം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗെയിം സോണിലേക്ക് എത്താൻ. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ 2 ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ആയിട്ട് മറ്റ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബോട്ടിംഗ് സൗകര്യമുണ്ട്, കയാക്കിംഗ് സൗകര്യമുണ്ട്. അപ്പോൾ കുറച്ചധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്നിട്ട് സഞ്ചരിക്കാൻ പറ്റിയ ഒരു മിനി ഹൗസ് ബോട്ട് സൗകര്യമൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മറുവശത്ത് പെഡൽ ബോട്ടുകൾ, മോട്ടോർ ബോട്ടുകൾ, അതുപോലെ കുട്ടികൾക്കുള്ള ബോട്ടുകളൊക്കെ തുടങ്ങി മറ്റ് സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ചെറിയ ഷോപ്പുകളും ഫുഡ് കോർട്ടുകളൊക്കെ നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇവിടുന്ന് നേരെ നടന്നിട്ട് ഗെയിം സോണിലേക്ക് കടക്കുന്നത്. ഇപ്പുറം കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് കുട്ടികൾക്കുള്ള ബോട്ട് സൗകര്യങ്ങളാണ്. ചെറിയ ബോട്ടുകൾ ഒരുപാടെണ്ണം ഇവിടെ നിരത്തി വെച്ചിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ഗെയിം സോണിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ഗെയിം അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുഞ്ഞു കുട്ടികൾ മുതൽ കുറച്ച് മുതിർന്നവർക്ക് വരെയുള്ള എല്ലാ ഗെയിംസുകളും ഇവിടെ അവൈലബിൾ ആണ്.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ മെല്ലെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയും നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഇതാ ഇവിടെ ചെറിയൊരു അഡ്വഞ്ചറസ് ഗെയിമൊക്കെ ഉണ്ട്. അത് കൂടാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പാർക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ എല്ലാവർക്കും ഇരുന്ന് വിശ്രമിക്കാനുള്ള ഒരുപാട് സീറ്റുകളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ചെറിയ ഫുഡ് കോർട്ടുകളും നമുക്കിവിടെ കാണാൻ പറ്റും. മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഭക്ഷണമൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്കൊരു ചെറിയൊരു പുഴയും ഒരു ചെറിയ അണക്കെട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി പാർക്കിൻ്റെ പിറകുവശത്തായിട്ട് ഇതാ ഇവിടെ വിശാലമായിട്ടുള്ള ഒരു ഗെയിം സൗകര്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പലവിധ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ കണ്ട പാർക്കിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു പാർക്കും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കയറണമെങ്കിൽ പൈസ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വയലപ്പുറ പാർക്ക്. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞുങ്ങളും നന്നായി ഗെയിമൊക്കെ കളിച്ച് പാർക്കിലൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒന്ന് വിശ്രമിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് വയലപ്പുറ പാർക്ക്. അപ്പോൾ കണ്ണൂരിലേക്ക് വരുന്നവർ സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും വയലപ്പുറ പാർക്കിലേക്ക് ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.